വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ്. മാത്രമല്ല വലിയ വിഷമം. ആശുപത്രി കിടക്കയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനയേക്കാൾ വലിയ വേദനയായിരിക്കാം ഷമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല. ഇപ്പം അതിനുശേഷം ഇപ്പം ഈ ആരോഗ്യാവസ്ഥയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു വലിയ പ്രതിസന്ധിയിലാണ്. കാരണം എങ്ങോട്ട് പോകണം എന്നറിയില്ല. അതായത് ഈ പ്രേക്ഷകരോടായിട്ടൊക്കെ ഞാൻ പറയുകയാണ്, നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവവികാസങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം. ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്നൊരു പ്രശ്നം, ഈ ഷമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന്. എങ്ങോട്ടേക്ക് പോകണം? പെരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല. പിന്നെ എങ്ങോട്ടേക്ക് പോകണം? ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ സഹായിക്കുന്നില്ല. എൻ്റെ പാങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവും. അതെ, നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠത്തി, എൻ്റെ മോൻ, അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല. അപ്പോൾ അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സ്ഥലമില്ല, ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളത് എൻ്റെ ഈ ഭൂമി, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടിപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഈ അവരോട് സംസാരിച്ചിരുന്നു, അവിടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീം സംസാരിച്ചിരുന്നു അവരോട്? റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു? അല്ല, അവർ സംസാരിച്ചിരുന്നു ഞാൻ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഉൾക്കൊള്ളാൻ പറ്റൂല. അല്ല, അത് മാനുഷികമാണ്. കാരണം അവരുടെ ബന്ധുക്കളാണ്. റഹീമിൻ്റെ ഉമ്മയെപ്പോലെ മറ്റു മക്കളുണ്ട്, അവരുടെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. റഹീമിൻ്റെ വീട്ടിലെന്താ, റഹീമിക്കയുടെ വീട്ടിലെന്താ പറയണേ? അതെ, എൻ്റെ വീട് ഇതാണ് ഇപ്പം എനിക്കുള്ള. പിന്നെ ഷമിയുടെ വീട്, ഷമി അവർക്കും അതിനുള്ള സൗകര്യങ്ങളൊന്നുള്ളവരല്ല, അവർക്ക് പാവങ്ങളാണ്, സൗകര്യങ്ങളൊന്നുമുള്ളവരല്ല. ഷമീറിനൊരു വീടുണ്ട്, പക്ഷെ അവൻ വീട് പൊളിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അവനുമില്ല. ഈ നിലവിലിപ്പോൾ നമ്മൾ ഈ ചികിത്സയിൽ കഴിയുന്ന ഷമിയുടെ ഒരു ആരോഗ്യാവസ്ഥ വെച്ചിട്ട് വിദഗ്ധ ചികിത്സ എന്നുള്ളതാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനി എവിടെയാണോ താമസിക്കാൻ പോകേണ്ടത് അവിടെ കാര്യമായി നോക്കാൻ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ 2-3 പേരെങ്കിലും വേണം. കാരണം ഈ ഇയർ ബാലൻസ് ഒക്കെ പോയതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ശരിയായി പറഞ്ഞാൽ ഈ സമയങ്ങളെടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ബാത്റൂമിന് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ 2-3 പേര് വേണമെന്നാണ് പറയുന്നത്. നമ്മളൊരു നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? കാരണം അതൊരു വലിയ പ്രശ്നമാണ്. ഇത്രയും വലിയൊരു ഷോക്കാണ് ക്ഷമിക്കാൻ. അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു ക്രമേണ ഗുളിക കഴിച്ച് മെഡിസിൻ ചെയ്ത് മാറ്റാമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 9-10 മാസത്തോളം ഗുളിക മരുന്നെല്ലാം കഴിച്ചാൽ മാത്രമേ മാറി വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ റഹീമിക്കയോട് സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ഈ വിവരമറിഞ്ഞ് ഷമി റിയാക്ട് ചെയ്തതിൻ്റെ, ഷമി എന്താണോ പ്രതികരിച്ചതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കഥകൾ ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നടത്തിയിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള ഒരു പ്രതികരണം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണാർത്ഥത്തിൽ? ഇതൊക്കെ സത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നത്? സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ മരണം വിശ്വസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അഫ്സാൻ മരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അറിയുന്നത്, ബാക്കിയൊന്നും വിശ്വസിച്ചിട്ടില്ല.